guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്ലീൻ മേക്കപ്പ് ലുക്ക്. സോ എൻ്റെ വേർഷൻ ഓഫ് ക്ലീൻ മേക്കപ്പ് ലുക്ക് ഇതാണ്. ഞാൻ എപ്പോഴും ഒരു ന്യൂട്രൽ ന്യൂഡ് കൈൻഡ് ഓഫ് മേക്കപ്പ് ലുക്കാണ് പുറത്ത് പോകുമ്പോഴും എല്ലാം പ്രിഫർ ചെയ്യുന്നത്. സോ ഒരുപാട് കളേഴ്സൊന്നും ഇല്ലാതെ ഒരു നാച്ചുറൽ ന്യൂഡ് മേക്കപ്പ് ലുക്ക് അതാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്ക് എങ്ങനെയാണ് ചെയ്തത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കണുണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ മേക്കപ്പ് ലുക്കിലോട്ട് പോവാം. ഓക്കെ, മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേസ് സെറമാണ്. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഡെർമാക്കോൻ്റെ 20% വിറ്റാമിൻ സി സെറമാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, എൻ്റെ റിവ്യൂ പറയാറായിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഇന്നലെ 2 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം യൂസ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ റിവ്യൂ പറയാം. ഈ ഒരു സെറം 20% ആണ്, നല്ല കോൺസെൻട്രേഷനാണ്. സോ നിങ്ങൾ ഇതുവരെ വിറ്റാമിൻ സി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഒരു 10%-ൽ നിന്ന് തുടങ്ങിയാൽ മതി. പിന്നെ യൂസ്ഡ് ടു ആയി കഴിഞ്ഞ ശേഷം 20% അറിയാൻ മതി. നല്ല ഹൈ കോൺസെൻട്രേഷനാണ്. സോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻസ് വരും. എൻ്റെ വിറ്റാമിൻ സി സെറം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 സെക്കൻഡ് നമുക്കൊന്ന് സമയം കൊടുക്കാം ഇതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്നതെങ്കിൽ 10% വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചെറിയ അതിൻ്റെ വിറ്റാമിൻ സി സെറം വെച്ചിട്ടുള്ള ഫേസ് വാഷോ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറിൽ തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. ഇത് ഹൈ കോൺസെൻട്രേഷനാണ്, നല്ല പെർസെൻറ്റേജ് ഉണ്ട്, 20% ഉണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നവരെങ്കിൽ 10% വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്ത് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഉപയോഗിച്ച ശേഷം 1 മാസമൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്കിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. ഞാൻ ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇത് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ ബി 10% ഉള്ള B5 വൈറ്റമിൻ ഉള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ആക്ച്വലി ഓയിലി സ്കിന്നിന് ഉള്ള ലൈറ്റ് വെയ്റ്റ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. എൻ്റെ മൊബൈലാണ് ശബ്ദിച്ചത്. ഇതിൽ കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം, ഹൈലറോണിക് ആസിഡ്, ബീറ്റെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതും പുതിയ പ്രൊഡക്റ്റാണ്, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്ത ശേഷം ഞാൻ റിവ്യൂ പറയാം കേട്ടോ. അടുത്തത് ഞാൻ ചുണ്ടിലേക്ക് എൻ്റെ വാസ്ലിൻ തേക്കുകയാണ്, ചുണ്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് മാറ്റ് പ്രൈമറാണ്. നല്ല ചൂടാണ്, സോ ഇപ്പോൾ കറക്റ്റായിരിക്കും മാറ്റ് പ്രൈമർ. അപ്പോൾ വേർത്താലും നമുക്ക് ആ ഒരു ഹെൽത്തി ഗ്ലോ കിട്ടും. നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ മാറ്റ് അല്ലാത്ത പ്രൈമർ, നല്ല ഡ്യൂയി ഫിനിഷ് കിട്ടുന്ന പ്രൈമേഴ്സ് ഉണ്ട്, അത് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്ലീൻ മേക്കപ്പ് ആയതുകൊണ്ട് ഞാനൊന്ന് കളർ കറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ കെ ബ്യൂട്ടിയുടെ ഓറഞ്ച് കളർ കറക്റ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡാർക്ക്നെസ് ഉള്ള അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യണം കേട്ടോ. നിർബന്ധമില്ല, വേണമെങ്കിൽ മതി. ഞാനിപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ജസ്റ്റ് ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ഇത് ബ്രഷിന് വേണമെന്നില്ല, ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഡാബ് ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ മേബിലിൻ്റെ ഫിറ്റ് മീ പോർട്ട്ലെസ് മാറ്റ് ഫൗണ്ടേഷൻ എടുത്തിരിക്കുകയാണ്. ഇത് 332 ആണ് എൻ്റെ ഷെയ്ഡ്. ഓക്കെ, സോ ഞാനിത് കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ഒരു നല്ലൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്കിൻ്റെ റോസ് സ്ട്രോബ് ക്രീം കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു ഹെൽത്തി ഗ്ലോ വരാൻ വേണ്ടിയിട്ട്. മുഖം എന്തായാലും വേർക്കും, കാരണം നല്ല ചൂടാണ്, ബട്ട് സ്റ്റിൽ കുറച്ച് അപ്ലൈ ചെയ്യുകയാണ്. ആ ഒരു ക്ലീൻ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ട പോലെയും തോന്നാൻ പറ്റില്ല, എന്നാൽ നമ്മൾ നല്ലൊരു മേക്കപ്പ് ചെയ്ത പോലെ ഇരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഒരു ഫൗണ്ടേഷൻ ബ്രഷ് എടുക്കുക. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ ബ്രഷും പാക്കും ജോവിറ്റ ജോർജിൻ്റെയും കൊളാബറേഷനിലുള്ള ബ്രഷാണ്. നല്ല സൂപ്പർ ബ്രഷാണ് കേട്ടോ. 8 ബ്രഷാണ് നമുക്ക് ഈ ഒരു പൗച്ചിൽ വരുന്നത്. ഒരു പൗച്ചിലാണ് 8 ബ്രഷാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു അത്യാവശ്യം നല്ലൊരു മേക്കപ്പ് ചെയ്യാൻ ഈ ഒരു ബ്രഷ് തന്നെയാണ് കറക്റ്റ്. അത്യാവശ്യം നല്ല ബ്രഷാണ്. ഞാൻ ഇന്നലെ വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പൗച്ച് വേറെ എവിടെയോ കിടക്കുന്നുണ്ട്. ട്രാവൽ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഈ ഒരു പൗച്ച് എവിടേക്ക് വേണമെങ്കിലും എടുത്തിട്ട് പോകാം. ഈസി ആയിട്ട് എല്ലാ മേക്കപ്പും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു നൈക്കയിൽ ഇപ്പോഴും അവൈലബിൾ ആണെന്ന്. നൈക്കയിൽ മാത്രമേ എക്സ്ക്ലൂസീവായിട്ട് അവൈലബിൾ ഉള്ളൂ. സോ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കോളൂ. നല്ല സ്റ്റാൻഡേർഡുള്ള നല്ലൊരു ബ്രഷാണ്. ഓക്കെ, സോ ഇതാണ് ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് പറയാൻ വിട്ടുപോയി. നിങ്ങൾ കാണുന്ന എല്ലാ ബ്രഷും ആ സെറ്റിൽ നിന്ന് ഉള്ള ബ്രഷാണ്. സ്പോൺസർഡ് വീഡിയോ അല്ല. ഞാനിത് വാങ്ങിയിട്ടിപ്പോൾ 3-4 മാസമായി. അപ്പോൾ തൊട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടിട്ട് എൻ്റെ ഹാൻഡ്സ് ഇതിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. വേറെ ബ്രഷസേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് കഴുകി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് ബ്ലെൻഡ് ചെയ്യാം. ഫൗണ്ടേഷൻ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഞാൻ നല്ലൊരു ക്ലീൻ മേക്കപ്പിന് ഈ ഒരു മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ആണ്. നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഫൗണ്ടേഷനാണ്. ട്രൈ ചെയ്യാം. ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് കൺസീലർ ഇടാം. ഞാൻ മേബിലിൻ്റെ ഫിറ്റ് മീ കൺസീലർ എടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് 40 ആണ്, കാരമൽ കേട്ടോ. കൺസീലർ ബ്രഷ് വെച്ചിട്ട് ആ കിറ്റിൽ തന്നെ കൺസീലർ ബ്രഷ് ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. നല്ലൊരു കൺസീലർ ബ്രഷാണ് കേട്ടോ ഇത്. നന്നായിട്ട് നമ്മുടെ ഇന്നർ കോർണേഴ്സിലടക്കം നന്നായിട്ട് പോകുന്നുണ്ട്. അടുത്തത് കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൈക്കയുടെ വാം ഹണി എന്ന ഷെയ്ഡിലുള്ള കോമ്പാക്റ്റ് എടുക്കുകയാണ്. അപ്പം ഇതാണ് അതിലുള്ള പൗഡർ ബ്രഷ്. ഇത് തന്നെയാണ് നമ്മൾ എന്താ പറയുക, ബ്രോൺസിങ്ങിനും കോൺടോറിങ്ങിനും ബ്ലഷിനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇതേ ഒരു ഓൾ ഇൻ വൺ പൗഡർ ബ്രഷാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കണ്ണിൻ്റെ ഇന്നർ കോർണറിലേക്ക് അടക്കം പോകും. കണ്ടോ, ഇങ്ങനെയുള്ള ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതിന്ന് കുറച്ച് ഈ ഒരു പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. എത്ര നീറ്റായിട്ട് വന്നു നോക്കൂ. അതേമാതിരി ഈ കണ്ണിലും ചെയ്യാം. ഞാൻ വേർക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ടീ സോൺ ഏരിയയിലൊന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. നെറ്റിയിലും ഒന്ന് അപ്ലൈ ചെയ്യണം. അടുത്തത് നമുക്ക് പുരികം ഫില്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബെനിഫിറ്റിൻ്റെ കാർ ബ്രൗൺ എടുക്കുകയാണ്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്, നല്ല ഹെവി ആയിട്ടില്ല,
ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫിൽ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മേലെ ഒരു ബ്രോ മസ്കാര കൂടെ ചെക്ക് ചെയ്യണം. ഇത് നൈക്കയുടെ ബ്രോ മസ്കാരയാണ്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രോ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മുടി നമുക്ക് അനങ്ങില്ല, അനങ്ങാതെ ഇരുന്നോളും. ഓക്കെ, ഇനി നമുക്ക് കണ്ണ് ചെയ്യാം. കണ്ണ് വളരെ ന്യൂഡായിട്ടുള്ള കണ്ണാണ്. സോറി, എൻ്റെ ഐ ഷാഡോ പാലറ്റ് പൊട്ടിയതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് എപ്പോഴും ന്യൂഡ് കളേഴ്സിന് എപ്പോഴും ഇഷ്ടം റെവല്യൂഷൻ്റെ സോഫിക്സ് എന്നുള്ള പാലറ്റാണ്. പൊട്ടി വന്നാണ് കേട്ടോ. ഇതേ മറ്റേ ഭാഗം ഇത് അവിടെ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു പാലറ്റാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ന്യൂഡ് കളേഴ്സിന്. ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രൗൺ കളറാണ്. ഈ ഷെയ്ഡിൻ്റെ പേര് കപ്പാറ്റി എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നത്. സോ വലുതായിട്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല, ഒറ്റ കളറേ ഉള്ളൂ. വേറെ കളേഴ്സൊന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല ഇപ്പം തൽക്കാലം വിചാരിക്കുന്നു. ഓക്കെ, കണ്ടോ, നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ്. ഇനി ഒരു ബ്രൗൺ കളർ ഒന്നുകൂടെ ഒന്ന് ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലമ്മിൻ്റെ ബ്രൗൺ കാജൽ എടുക്കുകയാണ്. എന്നിട്ട് മേലത്തെ വാട്ടർ ലൈനിൽ ഒന്നുകൂടെ ഒന്ന് മേലെ നമ്മുടെ കൺപീലിയായിട്ടൊന്ന് ചേർന്നിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഐ ഷാഡോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐ ഷാഡോ ആണ്. കണ്ണെഴുതുന്നത് ഞാൻ പകുതിയിൽ നിന്നാണ്, ഇവിടേക്ക് ഞാൻ കൊണ്ടുവരുന്നില്ല. നമുക്കത് ബ്ലെൻഡ് ചെയ്തിട്ട് അത് ശരിയാക്കാം. ഓക്കെ, ജസ്റ്റ് കണ്ണൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം ആദ്യം ഒരു സൈഡ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ആങ്കിളുടെ ബ്രഷ് വെച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അടുത്തത് നമുക്ക് മസ്കാരയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ കേൾ പവർ മസ്കാരയാണ്. ഓക്കെ, ചെറിയ ലൈറ്റായിട്ടുള്ള മസ്കാര ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. നല്ല ഹെവി ആയിട്ടുള്ള മസ്കാര യൂസ് ചെയ്യുന്നില്ല, ക്ലീൻ മേക്കപ്പ് ആയതുകൊണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഐലാഷസ് ഒന്ന് കേൾ ചെയ്യാം. എപ്പോഴും ഞാൻ മറന്നു. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ മെൽബ എന്ന് പറയുന്ന ഷെയ്ഡിലാണ്. ബെൽബാന്നായിപ്പോയി, മെൽബ എന്ന് പറയുന്ന ഷെയ്ഡാണ്. നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന ഒരു ഷെയ്ഡാണ്. സോ വീണ്ടും ആ പൗഡർ ബ്രഷ് വെച്ചിട്ട് തന്നെ മെൽബ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷ് അപ്ലൈ ചെയ്തു. മെൽബ എനിക്ക് ശരിക്കും ഒരു നാച്ചുറൽ ഫിനിഷ് തരുന്ന ഒരു ബ്ലഷാണ്. ഇട്ട പോലെ അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കോൺടൂർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിനി ബ്രോൺസർ ഷുഗറിൻ്റെ എടുക്കുകയാണ്. അപ്പോൾ ഇതേ ബ്ലഷ് വെച്ചിട്ട് തന്നെ
ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്തിട്ടുണ്ട്. വെറുതെ ഒന്ന് ബ്രൗൺസിങ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കോണ്ടോറിങ് മാതിരി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ പറയുക, നമ്മുടെ ഹൈലൈറ്റർ എടുത്തിരിക്കുന്നത് ഇത് നൈക്കയുടെ ഹൈലൈറ്ററാണ്. ഇതിലും ഒരു ബ്ലോണ്ട് ഗോൾഡ് ഉണ്ട്, അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതാണ് ഒരു ബ്ലോണ്ട് ഗോൾഡ് എന്ന് പറയുന്ന ഷെയ്ഡ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹൈലൈറ്റ് പോയിന്റ്സിൽ ഓക്കെ. അടുത്തത് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കെ ബ്യൂട്ടിയുടെ ഫോക്സ് പാസ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇത്. നല്ലൊരു ന്യൂഡ് കളറാണ് കേട്ടോ ഇത്. നല്ലൊരു ബ്രൗണി ന്യൂഡ് കളറാണ്. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ചുണ്ടിൽ. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇത് ഏത് ലിപ്പ് ലൈനർ ആണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ശരിക്കും ന്യൂഡായിപ്പോയി. നല്ല ശരിക്കും ക്ലീൻ, എന്താ പറയുക, ഒരു കളേഴ്സും ഇല്ലാത്തൊരു മേക്കപ്പാണ് ഇത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കളർ വേണം കവളിൽ, കുറച്ചുകൂടെ ആ ഒരു ഹെൽത്തി ഗ്ലോ വരാൻ വേണ്ടിയിട്ട്. സോ ഐ എം യൂസിങ് ഷുഗറിൻ്റെ സാൽമൺ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ബ്ലഷ് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കവളിൽ നമുക്കൊന്ന് ജസ്റ്റ് ആ ഒരു ഹെൽത്തി കവള് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ശരിക്കും ഒരു ന്യൂഡ് ക്ലീൻ മേക്കപ്പ് ലുക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ബൈ ബൈ.